നാട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. പിന്നെ ഒരു വീഡിയോയിൽ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അരി വെള്ളത്തിലിട്ട ചോറ് നന്നാവുമോ എന്ന് ഒരാൾ പറയണ്ടായിരുന്നു അത് നന്നാവൂലാന്ന്. പക്ഷെ ഞാനിപ്പോൾ ഒരു നാര് എങ്ങനെ എടുക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ നാര് ഇവന്ന് എടുത്തോളാട്ടോ. എങ്ങനെ കിട്ടിയതും കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇത് എണ്ണിത്തണ്ടാട്ടാ, അത് പിന്നെ വായൻ്റെ എണ്ണിത്തണ്ടാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് പെട്ടെന്ന് അരിഞ്ഞെടുക്കണേ ഒരു പരിപാടിയാണ്. ഞാൻ സ്റ്റോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുക്കാന്ന് വിചാരിച്ച്. അത് രാവിലെ 5 മണിക്കാണ്. അഞ്ച് മണിയല്ല കേട്ടോ, 5 മണി കഴിഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാങ്ങൊന്നും കേൾക്കൂല, അടുത്തൊന്നും പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കലണ്ടറിൽ നമ്മൾ സമയം നോക്കിയിട്ടാണ് നിസ്കരിക്കുക. നമ്മുടെ നാട്ടിലേറെ കുറച്ച് സമയം വൈകിട്ട് ഇവിടെ വാങ്ങി കൊടുക്കാൻ. ഇവിടെ അനഫി മദ്ഹബായതുകൊണ്ടാണ് അങ്ങനെ പിന്നെ കുറച്ച് സമയം വൈകണത്. അപ്പോൾ അതിനനുസരിച്ച് ആക്കിയിട്ട് നിസ്കരിക്കുക. കാക്ക ഇന്നലെ വന്നപ്പോൾ മരുന്ന് കൊടുത്തയച്ചാണ്. അപ്പോൾ പണ്ടൊക്കെ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഞാനത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാവും ഇത്. ഇന്നലെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് എടുത്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ ലുലു മാളിലൊക്കെ പോയി. ആദ്യം ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിലാട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതേമാതിരി എനിക്ക് കാലുവേദനക്കൊക്കെ നീരിറക്കാന്നാണ് പറഞ്ഞത്, ഞരമ്പിന് നീരിറങ്ങണമെന്ന്. എനിക്കത് ചിക്കൻ ഗുനിയ ഉണ്ടായി മാറിയതിന് ശേഷം 12 വർഷം മുന്നേട്ട് എനിക്ക് 2007 ചിക്കൻ ഗുനിയ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ശേഷം എപ്പോഴും ഉള്ളതാണ് ഈ വേദനയൊക്കെ. ഇനിയിപ്പോൾ തണുപ്പ് കാലം വരുമ്പോൾ അധികം വേദന ഉണ്ടാവും. അപ്പോൾ അത് ഞരമ്പിന് നീരിറങ്ങി വരികയെന്ന് പറഞ്ഞത്. ഇതുവരെ നമ്മുടെ നാട്ടിൽ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നീരിറങ്ങണത് പറഞ്ഞാൽ അവർക്കൊന്നൊരു പ്രശ്നമല്ല. അത് പറയാം, അതങ്ങനെയൊന്നും ഇല്ല ഒക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ ഡോക്ടർ പറഞ്ഞത് അത് നീരിറങ്ങാണ്, അതിന് മരുന്ന് എഴുതി തന്നു. പക്ഷെ ഇവിടെ എങ്ങനെ വെച്ചാൽ ലീസ്റ്റ് നമ്മളെ കയ്യിൽ തരില്ല. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ സ്ഥിരം കാണിക്കുമ്പോൾ ഒരു ബുക്ക് പോലെ ആക്കില്ല അവന്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫയല് എടുക്കാൻ പറഞ്ഞ് നമ്മൾ ഫയൽ എടുത്തൊക്കെ ചെയ്തു. അപ്പോൾ ഫയൽ ചെയ്തിട്ട് അവർ അതിലാണ് മരുന്നിൻ്റെ ലിസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ലിസ്റ്റൊന്നും തരില്ല. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ അവർ ഫയൽ കൊണ്ടുപോയി കൊടുക്കും. അവിടെ നമ്മൾ മരുന്ന് വാങ്ങുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ മരുവൾ ഹോമിയോ ഡോക്ടറാണ്, അപ്പോൾ അവൾ ഇവിടെ നിന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് ഒന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഡോക്ടർ, എവിടെയാണ് വർക്ക് ചെയ്യണതെന്നൊക്കെ ചോദിച്ച്, അപ്പോൾ സർജൻസി ആയിട്ട് ഇവിടെ NS ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി തരണമെന്നില്ല, ഞങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഫോട്ടോ എടുക്കില്ല, ഞങ്ങൾക്ക് എഴുതി തന്നെ തരാമെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞേ അപ്പോൾ നിങ്ങൾ സ്ഥലം എവിടെ വെച്ചു, നിങ്ങൾ കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ ഇവിടെ ഉള്ളതില്ലാന്ന്, അതുകൊണ്ട് ചോദിച്ചാകട്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലിസ്റ്റ് മരുന്ന് വാങ്ങിച്ചാതെ ഇത് പോന്നിട്ടുണ്ട്. ഏതായാലും ഹോമിയോയിൽ ചികിത്സ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാട്ടാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാക്കാറിനെ ഇനി അവൾക്ക് പിന്നെ റാണിക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു. നമ്മൾ വരുന്ന വയ്ക്കുന്നത് കാരണം വേണ്ട. അപ്പം ഞങ്ങൾ പോണ സമയത്ത് സെയിമിൻ്റെ അടുത്ത് കുട്ടീനെ ആക്കിയിട്ടാണ് പോയത്. പാലൊക്കെ അവൻ്റെ അടുത്ത് കൊടുത്ത് ഓണരുന്ന സമയത്ത് പാൽ കൊടുക്കാനൊക്കെ പറഞ്ഞ് കുട്ടീനെ അവൻ്റെ അടുത്താക്കിയിട്ട് പോയി. അപ്പം ഇന്ന് ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കാക്കാരനെ നമ്മളെന്നാൽ പുറത്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞു പുറത്ത് പോകാൻ ഈ വെയിലത്ത് പോകാൻ പറ്റൂലല്ലോ,
ഒന്ന് വെയിലാറട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ എറണാകുളം പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം പോയത്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ടേ നമ്മൾ ഗൾഫിലേക്ക് പോയ പോലെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പുറത്തേക്ക് പോണില്ലല്ലോ. അവള് ഹോസ്പിറ്റലിലെങ്കിലും പുറത്തേക്ക് അങ്ങനെ പോണത്. അല്ലാതെ നമുക്ക് ഇതിന് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ യാതൊരു പരിപാടിയില്ല. ഭയങ്കര സന്തോഷം. അപ്പം ഇന്നലെ എറണാകുളമൊക്കെ പോയി വന്നപ്പോൾ അവിടെ പോവാനേ സമയം എടുത്തു. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ 1:30 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോത്തിന് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോത്തിന് തന്നെ 3 മണിയായി. പിന്നെ ലുലുമാളിലൊന്നും വളരെ കുറവാട്ടോ, ആളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. പൊതുവെ ഇപ്പൊ എല്ലായിടത്തും കുറവാണ്. പിന്നെ അവിടെ സാനിറ്റൈസറിന്റെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഗ്ലൗസ് തരികയാണ് നമുക്ക്. അതിൻ്റെ അടിയിലെ കഞ്ഞി ആക്കുന്നുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ ഉലുവാക്കഞ്ഞിയാണ് കൊടുത്തു വിടല്. കുട്ടികൾക്ക് പാലുണ്ടാവാനൊക്കെ നല്ലതാണുള്ളത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇപ്പൊ നീച്ചയ്ക്കാൻ ഞാൻ ഇതേമാതിരി ചോറിനും തിളപ്പിച്ചാറിയ വെള്ളത്തിന് രാത്രി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒക്കെ രാവിലെ ഒക്കെ വെക്കുന്നില്ല. ആ പരിപാടി ഞാൻ ചെയ്യല്. എണ്ണിത്തണ്ട് കൊടുന്ന കാരണം തന്നെ അപ്പൊ ഇത്ര പെട്ടെന്ന് പേരുണ്ടാക്കാൻ കാരണം കലാപ്പാന്റെ മകനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരിതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നാട്ടിൽ നിന്ന് കൊടുന്നതാവുമ്പോ ഇവിടെ പിന്നെ ഇതൊന്നും കിട്ടൂലല്ലോ. അവര് ഇപ്പൊ ബാച്ചിലറായി, പിന്നെ ഫാമിലി ഇല്ല. ഇപ്പൊ ഫാമിലി നാട്ടിലാണ്. അപ്പോൾ അവനക്ക് വരുമ്പോൾ കൊടുത്തേക്കാൾ ഒരു കടയ്ക്ക് പോകുമ്പോൾ തന്നെ ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോവുക. അപ്പോൾ ചൂടാറിയൽ കൊണ്ടുപോകാൻ കുറച്ച് സുഖം ഉണ്ടാവില്ല വിചാരിച്ച് ആണ് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ മൺപയർ ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൺപയറും ഈ തണ്ടും കൂടിയാണ് കൂട്ടാണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോപ്പറിലിട്ടിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇനി കട്ട് ചെയ്യാൻ പ്രയാസമാണെന്ന് വിചാരിച്ചിട്ട് ആരും വേണ്ട ഇനി കണ്ട് ഉണ്ടാക്കാതൊക്കെ ഉണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ മൺപയർ. അപ്പോൾ ഈ പയറിന്ന് കുറച്ചും കൂടി മൺപയർ നമ്മൾ ഇതിന് മാറ്റി വെക്കണം. കുതിർന്നതിന് ശേഷമാണ് കേട്ടോ മാറ്റി വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റും റെഡിയാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് എളുപ്പം റെഡി ആവണില്ലേ. സ്റ്റോപ്പർ ഇത്ര ഉപയോഗമാണെന്ന് എനിക്ക് ഇവിടെ അടുത്തായിട്ട് മനസ്സിലായത്. എണ്ണിത്തണ്ട് ഇവിടെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എന്താ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ നാര് എങ്ങനെ എടുക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ നാര് ഇങ്ങനെ എടുത്തതാട്ടോ. എങ്ങനെ കിട്ടിയതും കാണിച്ചു തരാം. വേണ്ട ഈ ബ്ലേഡ് മേൽ ഉണ്ടാവും ഇതിൻ്റെ നാര്. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ ഓരിട്ടാൽ മതി. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴും ഇതിങ്ങനെ വേറെടുത്തി കൊടുക്കട്ടെ. ഇന്നത്തെ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. മൂർച്ചം കുറയല്ലോ, അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് വേവിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ഞാൻ ഏതായാലും എടുത്ത് വെക്കുന്നുണ്ട്. എത്ര കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ആ മൺപയറൊക്കെ ഉള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഒരു പ്രാവശ്യം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കട്ടെ. രണ്ടും വരെ ഈക്വലാണ് എന്ന് വെച്ചെങ്കിൽ ഇത്ര മതി.
ലേശം കൂടി മൺപയർ ഇട്ട് കൊടുക്കുക. മൺപയർ കുറവാണ്. പിന്നെ ഇതൊന്ന് കഴുകിയിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി. ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് 2 വിസിലടുപ്പിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇവിടെ കറി റെഡി ആവുന്നുണ്ട്. കറി ഞാൻ പറഞ്ഞ ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇന്നലെ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ രാത്രിക്കൊക്കെ. അപ്പോൾ കറി ഉപ്പേരി അവനോട് കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു 8 മണിയാകുമ്പോഴത്തേന് എത്തും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ചുകൂടി നേരത്തെ ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് ഉപ്പിക്കുള്ള വെള്ളവും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇന്നലെ രാത്രിന് നെയ് റോസ്റ്റിന് മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. നെയ് റോസ്റ്റിന്റെ മാവാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുന്നേ. കഞ്ഞി അതിൻ്റെ ഇടയിൽ ഒരു വിസിലടുപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഞ്ഞിക്കുള്ള അരി ഒരുമയും കൂടി തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെക്കും. കഴുകിയിട്ട് കുക്കറിൽ വെള്ളവും ഒക്കെ പാർന്ന് റെഡിയാക്കുക ചെയ്യുക. അപ്പം നമുക്ക് രാവിലെ പെട്ടെന്ന് എല്ലാം വന്നിട്ട് അടുപ്പത്തേക്ക് വെക്കാനുണ്ടാവുള്ളൂ. ചോറിനായാലും തലേന്ന് തന്നെ അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഒക്കെ നമുക്ക് അടുപ്പത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ രാവിലെ വന്നാൽ ഒക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമാണ് വരിക. അപ്പോൾ അതൊരു സുഖമാണ്. നാട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. പിന്നെ ഒരു വീഡിയോയിൽ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അരി വെള്ളത്തിലിട്ടാൽ ചോറ് നന്നാവുമോ എന്ന്. ഒരാൾ പറയണ്ടായിരുന്നു അത് നന്നാവൂലാന്ന്. പക്ഷെ ഞാനിപ്പോൾ ഒരു 25 വർഷം, അതായത് എൻ്റെ മൂത്ത മകന് LKG പഠിക്കുന്ന കാലം മുതൽച്ച് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതുവരെ എനിക്കൊരു കുഴപ്പവും അതിനുണ്ടായിട്ടില്ല. അപ്പോൾ 25 വർഷം പോലായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ടാ. എന്നുവെച്ചാൽ അന്നൊക്കെ എല്ലാവരും തിളപ്പിച്ചിട്ട് ചോറാണ് അധികം വീട്ടിൽ നിന്നും കൊടുത്തേക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ആയതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്നും ഞാൻ തുടർന്ന് പോരുന്നുണ്ട്. എനിക്ക് ചോറിനൊന്നും ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് വേവും ചെയ്യും, പസിയും കുറയും. പക്ഷെ നമ്മളിവിടെയാണ് ഇങ്ങനെ ചെയ്യാത്തുള്ളൂ. ഒരുവിധം പുറത്ത് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം ഞാൻ ഇന്നലെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി റെഡി ആയതാണത്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എനിക്ക് ഇതിനാവശ്യമുണ്ട് മൺപയറും മീമക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കഞ്ഞി പറഞ്ഞാൽ വെന്തക്കണമെങ്കിൽ കൂടിയിട്ട് നമുക്ക് നല്ലവണ്ണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കുക. കാരണം കുറച്ച് നേരം ഇരുന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ കഞ്ഞി ഒന്ന് കുറുകി വരും. അധികം കുറുകിയിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ കഴിയില്ല. ഫ്ലാസ്കിലാണ് ഇത് കൊണ്ടുപോവുക. അപ്പോൾ ഫ്ലാസ്കിൽ കൊണ്ടുപോകുമ്പോൾ അവള് വായിലേക്ക് അങ്ങനെ ഒഴിച്ചു കുടിക്കുകയാണ് ചെയ്യട്ടാ. അല്ലാതെ കുടിക്കാൻ ഉള്ള സൗകര്യമൊന്നുമില്ല. എൻ്റെ കറി തളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് വെക്കട്ടെ. അപ്പൊ എണ്ണിത്തണ്ട് കഴുകിയിട്ടാണ് നുറുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കണം. ഞാൻ അത് ഒന്നും കൂടി കഴുകി എടുക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കും. വില അതിലുള്ള ഒരു കറ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്താൽ ഒന്നും കൂടെ. പിന്നെ ഒരുപാട് ചോറുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ചോറും ഒരുപാടുണ്ട്. കുറച്ച് അരിയാണ് ഇന്ന് തീമട്ടിട്ടുള്ളത്. അപ്പോൾ കറി തളിച്ചിട്ടുണ്ട്. കറി എടുത്ത് വെച്ചിട്ട് ഇവിടെ ഞാൻ മൺപയറും എണ്ണിത്തണ്ടും കൂടി വേവിക്കാൻ വെക്കുകയാണ്. അതിൽ പച്ചമുളകും ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്.
മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടെ. ഞാനൊക്കെ കുട്ടികൾക്ക് പാൽ കൊടുക്കണ അന്നൊക്കെ പാല് കുപ്പി തിളപ്പിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാലും കുപ്പി ഞങ്ങൾ കടയിൽ ചോദിച്ചപ്പോൾ തന്നെ അത് പറഞ്ഞ് തിളപ്പിച്ചെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ചുടുവെള്ളത്തിൽ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് തന്നെ ഇത് ഉരുക്കി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകി എടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചെക്ക് ഉണ്ട്, ആ ചെക്കിലേക്ക് ഒക്കെ ഇറക്കി കൊടുക്കട്ടെ ചെയ്യാം. അതിലേക്ക് എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ട് അതിലാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ചൂടിൽ ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ വെക്കും. അതിന് ശേഷമാണ് ഇതിൽ നിന്ന് കുപ്പിയൊക്കെ എടുത്തിട്ട് പാലെടുത്ത് വെക്കുകയൊക്കെ ചെയ്യുക. 7:30 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കറി, ഉപ്പേരി, കർമ്മത്തി കൊണ്ട് ഒരു അച്ചാർ പോലെ ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ ഇത് ആവോലി, ഇത് അയിലയും മത്തി, ഇത് വറ്റിച്ചെടുത്തതാണ് ഇതിൻ്റെ മുന്നേട്ടോ. ചോറ് ഈ കർമ്മത്തിൽ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ പിന്നെ പൊരിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലേക്കൊക്കെ നെയ് റോസ്റ്റും ചട്ടിനിയും ചായയും ഇട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മാവ് എടുത്ത് വെക്കണം. 7:30 മണിയായപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.